വർക്ക് തീർത്തതിന് ശേഷമേ നീ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ കേട്ടോ. പോകുന്നതിന് മുന്നേ നീ വർക്ക് തീർക്കണം കേട്ടോ. ഇത് രണ്ടും ഒരേ സെന്റൻസ് അല്ലേ? പക്ഷേ ഇത് ഞാൻ ശേഷം മുൻപ് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ രണ്ട് സെന്റൻസ് ഞാൻ പറഞ്ഞത് അല്ലേ? അപ്പൊ ഈ രണ്ട് സെന്റൻസ് നമ്മൾ പോകുന്നതിന് മുൻപ് ശേഷം എന്ന് യൂസ് ചെയ്തു. മുൻപ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക? ബിഫോർ. ശേഷം എന്ന് പറയാനോ? ആഫ്റ്റർ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ബിഫോർ യു ലീവ് ഡു നോട്ട് ഫർഗെറ്റ് ടു ലോക്ക് ദ ഡോർ. നമ്മൾ പലപ്പോഴും ഈ മറവിരോഗമുള്ള ആൾക്കാരെ നമ്മളെപ്പോഴും എന്താ പറയുക, ഓർമ്മിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. നീ പോകുന്നതിന് മുൻപ് ഡോർ ലോക്ക് ചെയ്യാൻ മറക്കരുത്. പോകുന്നതിന് മുൻപ്, ബിഫോർ. അങ്ങനെയാണെങ്കിൽ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ. ആഫ്റ്റർ ദ മൂവി എൻഡഡ് വി വെന്റ് ഔട്ട് ഫോർ ഡിന്നർ. സിനിമയ്ക്ക് പോയതിന് ശേഷം ഞങ്ങൾ അത്താഴം കഴിക്കാൻ വേണ്ടി പുറത്തു പോയി. സിനിമയ്ക്ക് പോയതിന് ശേഷം. അപ്പൊ ഈ ശേഷം മുൻപ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള യൂസേജ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ഒരു സെന്റൻസ് പറഞ്ഞില്ലേ, നിങ്ങൾ ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുൻപ് വർക്ക് ഒക്കെ തീർക്കണം. അതേപോലെ വർക്ക് തീർത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓഫീസിൽ നിന്ന് പോവാവൂ. ഇത് രണ്ടും നിങ്ങൾക്ക് ബിഫോർ വെച്ചിട്ടും ആഫ്റ്റർ വെച്ചിട്ടും പറയാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക, അത് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കണ്ടേ? നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ചേരുന്നത് വഴി ഒരു പേഴ്സണൽ ട്രെയിനർ ഇത് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്ന് എൻ്റെ ഇംഗ്ലീഷ് ഹൗസിൽ ജോയിൻ ചെയ്യാം.